ദൈവവിശ്വാസവും അന്ധവിശ്വാസവും വിവേകത്തിന്റെ വെളിച്ചം. വേർതിരിവിന്റെ അനിവാര്യത. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ രണ്ടാശയങ്ങളാണ് ദൈവവിശ്വാസവും അന്ധവിശ്വാസവും. ഇവയെ പലപ്പോഴും സമൂഹം ഒന്നായി കാണുന്നു. എന്നാൽ ഒന്നിന്റെ അടിസ്ഥാനം പ്രതീക്ഷയും ധാർമ്മികതയുമാണ്. മറ്റേതിന്റെ അടിസ്ഥാനം ഭയവും യുക്തിരാഹിത്യവുമാണ്. യഥാർത്ഥ ആത്മീയതയെ അന്ധമായ ആചാരങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയേണ്ടത് ആധുനിക സമൂഹത്തിന് അനിവാര്യമാണ്. ഇവിടെ ഈ വിഷയത്തെ ആഴത്തിൽ പരിശോധിക്കുന്നു. ആത്മീയതയുടെയും മൂല്യങ്ങളുടെയും അടിത്തറ. യഥാർത്ഥ ദൈവവിശ്വാസം എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആരാധനാലയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് മനുഷ്യന്റെ ആന്തരിക ശക്തിയും സാമൂഹിക കെട്ടുറപ്പുമാണ്. പ്രതീക്ഷയും മാനസിക ശക്തിയും. ദൈവത്തിലുള്ള വിശ്വാസം മനുഷ്യന് ഏറ്റവും വലിയ മാനസിക പിന്തുണ നൽകുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ, രോഗങ്ങൾ, പരാജയങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ തളരാതെ മുന്നോട്ടു പോകാൻ ഈ ആത്മീയ ബലം സഹായകമാണ്. എല്ലാം ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ് എന്ന ചിന്ത വ്യക്തിക്ക് സമാധാനവും ശുഭാപ്തി വിശ്വാസവും നൽകുന്നു. ധാർമ്മികതയും സാമൂഹിക ബന്ധവും. എല്ലാ മതങ്ങളുടെയും കാതലായ തത്വം ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങളാണ്. സ്നേഹം, ദയ, ക്ഷമ, പരോപകാരം, സത്യസന്ധത എന്നിവയാണ് വിശ്വാസത്തിന്റെ അന്തസ്സത്ത. ഈ മൂല്യങ്ങളാണ് വിശ്വാസികളെ ഒരുമിപ്പിക്കുന്നത്. കൂട്ടായ്മകളും ആരാധനകളും സാമൂഹിക ഐക്യം വർദ്ധിപ്പിക്കുകയും പരസ്പരം സഹായിക്കാനുള്ള മനസ്സ് വളർത്തുകയും ചെയ്യുന്നു. വിവേകത്തിനുള്ള ഇടം. യഥാർത്ഥ വിശ്വാസം ഒരിക്കലും ചോദ്യം ചെയ്യലിനെ ഭയക്കുന്നില്ല. മതഗ്രന്ഥങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും സംശയങ്ങൾ പ്രകടിപ്പിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. വിവേകപൂർണമായ അന്വേഷണത്തിലൂടെ വിശ്വാസം കൂടുതൽ ആഴത്തിലാകുകയാണ് ചെയ്യുന്നത്. യുക്തിരാഹിത്യത്തിന്റെ അപകടങ്ങൾ. അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും വിശ്വാസത്തിന്റെ വേഷം ധരിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ചിന്താഗതികളാണ്. ഉദ്ഭവവും സ്വഭാവവും. യുക്തിയുടെയോ ശാസ്ത്രത്തിന്റെയോ അടിത്തറയില്ലാത്ത അറിവില്ലായ്മയിൽ നിന്നും ഭയത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് അന്ധവിശ്വാസം. പുരാതന കാലത്ത് പ്രകൃതി പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയിൽ നിന്നാണ് പല അന്ധവിശ്വാസങ്ങളും ആരംഭിച്ചത്. തലമുറകളായി ചോദ്യം ചെയ്യപ്പെടാതെ കൈമാറി വരുമ്പോൾ അവ ആചാരങ്ങളായി മാറുന്നു. അന്ധവിശ്വാസത്തിന്റെ രൂപങ്ങൾ. ശകുനങ്ങളും ഭയങ്ങളും. പൂച്ച കുറുകെ ചാടുന്നത്, ചില പ്രത്യേക പക്ഷികളുടെ ശബ്ദം, കണ്ണിലെന്തോ തട്ടുന്നത് തുടങ്ങിയവ ദോഷഫലങ്ങളുണ്ടാക്കുമെന്ന് കരുതുന്നത്. സംഖ്യകളെയും ദിവസങ്ങളെയും ഭയക്കുന്നത്. ചില പ്രത്യേക സംഖ്യകൾക്ക്, ഉദാഹരണത്തിന് 13, അമാനുഷിക ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുക. ചില ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ആചാരപരമായ ചൂഷണം. രോഗം വരുമ്പോൾ ശാസ്ത്രീയ ചികിത്സ നിഷേധിച്ച് മന്ത്രവാദം, ഏലസ് ധരിക്കൽ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിക്കുന്നത്. സാമൂഹികവും വ്യക്തിപരവുമായ പ്രത്യാഘാതങ്ങൾ. അന്ധവിശ്വാസം ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. ധനനഷ്ടം. അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യാജ ചികിത്സകർ ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം തട്ടിയെടുക്കുന്നു. ആരോഗ്യനഷ്ടം. കൃത്യസമയത്ത് ചികിത്സ തേടാതിരിക്കുന്നത് രോഗിയുടെ ജീവൻ വരെ അപകടത്തിലാക്കുന്നു. മാനസിക സമ്മർദ്ദം. എപ്പോഴും ദോഷഫലങ്ങളെ ഭയന്ന് ജീവിക്കുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമില്ലാതാക്കുകയും ഉത്കണ്ഠ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വികസനത്തിന് തടസ്സം. യുക്തിയെയും ശാസ്ത്രീയ സമീപനത്തെയും തള്ളിക്കളയുന്ന ഒരു സമൂഹത്തിന് ആധുനിക ലോകത്ത് മുന്നേറാൻ കഴിയില്ല. വിശ്വാസവും വിവേകവും ഒരുമിച്ച് മുന്നേറാൻ. വിശ്വാസത്തെ അന്ധവിശ്വാസത്തിന്റെ മാലിന്യത്തിൽ നിന്ന് എങ്ങനെ ശുദ്ധീകരിക്കാം? വിവേകമാണ് അതിനുള്ള ഉത്തരം. പരിശോധനയുടെ മാനദണ്ഡങ്ങൾ. ഒരു ആചാരത്തെ നാം വിലയിരുത്തേണ്ടത് ഈ 3 ചോദ്യങ്ങൾ ഉപയോഗിച്ചാണ്. ഈ ആചാരം എന്റെ സഹജീവികൾക്ക് ദോഷകരമാകുന്നുണ്ടോ? ഇതിനു പിന്നിൽ യുക്തിപരമായതോ കുറഞ്ഞപക്ഷം ധാർമ്മികപരമായതോ ആയ ഒരു കാരണമുണ്ടോ? ഇത് എന്റെ മനസ്സിൽ ഭയമാണോ അതോ പ്രതീക്ഷയാണോ വളർത്തുന്നത്? ശാസ്ത്രവും ആത്മീയതയും. ശാസ്ത്രം ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പഠിക്കുകയും ജീവിതം കൂടുതൽ സുഖകരമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം ആത്മീയത മനസ്സിന് അർത്ഥവും ആന്തരിക സമാധാനവും നൽകുന്നു. ഇവ രണ്ടും പരസ്പരം പോരാടേണ്ടവയല്ല, മറിച്ച് മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് സഹായിക്കേണ്ട പൂരക ശക്തികളാണ്. ഉപസംഹാരം. വിവേകമുള്ള ഒരു സമൂഹം. ദൈവവിശ്വാസം നമുക്ക് ആശ്വാസവും ശക്തിയും നൽകുന്ന വെളിച്ചമാണ്. എന്നാൽ അന്ധവിശ്വാസം നമ്മെ ഭയം കൊണ്ട് തളച്ചിടുന്ന ഇരുട്ടാണ്. നമുക്ക് വിശ്വാസത്തിന്റെ കാതലായ നന്മയെ മുറുകെ പിടിക്കാം, അന്ധവിശ്വാസത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം. ഓരോ കാര്യത്തെയും യുക്തിയുടെയും വിവേകത്തിന്റെയും കണ്ണിലൂടെ നോക്കാനുള്ള കഴിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി.
ആ ശക്തി ഉപയോഗിച്ച് സ്നേഹത്തെയും കാരുണ്യത്തെയും അടിസ്ഥാനമാക്കിയ ഒരു വിവേകമുള്ള സമൂഹത്തെ നമുക്ക് പടുത്തുയർത്താം.